വാങ്ങിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു വിളിക്കും. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശിൻ്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ചിയോതികൾക്ക് എനിക്ക് വേണ്ടി മാണിക്യത്തിന് വേണ്ടി മോഷ്ടിച്ച മണിയനോടും അത് ആദ്യം മനസ്സിൽ ആ ഒരു മാണിക്യത്തെ സൃഷ്ടിച്ച സുജിത്തേട്ടനോടും സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ജിതിനോടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം അതിലുള്ള എല്ലാ മേഖലയിലുള്ള ഫുഡ് വരെ വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവം കൂടെ ആയിരുന്നു. പിന്നെ ഇതും പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയാ ഇൻസ്റ്റാഗ്രാം റീലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ നാവ് പൊന്നാട്ടെ, പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് അത് എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് ഉയരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതിനുള്ള ഒരു അനുഭവം ദിബുചേട്ടനോടും അതുപോലെ മനുമഞ്ജിത് ചേട്ടനോടും ഒക്കെ ഉള്ള ഒരു നന്ദിയുണ്ട്. അങ്ങുവാന കോണിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളല്ല, ഇപ്പം അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ സുജയുടെ 2 മക്കൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും, ഉമ്മേൻ്റെ ഫ്രണ്ടല്ലേ ARMലെ അമ്മൂമ്മ, അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മൂമ്മനോട് പാടിത്തരാൻ പറയുന്നുണ്ട്. വീഡിയോ കോൾ വിളിക്കും. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശിൻ്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അത് വിറച്ച് പാടുകയും അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. ഇപ്പോൾ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത്. ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു നല്ല മനോഹരമായ സമ്മാനം. Thank you so much.